കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുക്കനൊരു ഉണ്ണി വലത്തെ കാല് ഇങ്ങനെ ഒന്ന് ഏന്തി പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കാല് അമർത്തി ചവിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നത്. രണ്ട് കാലുമേ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊമ്പേനോട് പറ്റി കിടക്കുന്ന ഒരു മിടുക്കനൊരു ഉണ്ണി. അതാ രസം, നല്ല ഭംഗിയുള്ളൊരു ഉണ്ണി കാണാൻ. അതിലാക്കി ഇങ്ങനെ പറ്റി കിടക്കണ കാണാൻ തന്നെ നല്ല കൗതുകമാണ്. കഴുത്തിൽ ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്, ഒരു മണിമണി പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്, പിന്നെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയായിട്ടാണ് യശോദമ്മ ഒരുക്കിയിരിക്കുന്നത്. അത്ര കൗതുകത്തിലൊരു ഉണ്ണി. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു ഓടക്കോഴ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇടത്തെ ഭാഗത്ത് ഒരു ഉറി കെട്ടി തൂക്കിയിട്ടുണ്ട്, വെണ്ണക്കുടത്തിൻ്റെ ഒരു ഉറി. ആ ഉറിയിലത്തെ ആ വെണ്ണക്കുടത്തിൻ്റെ മുകളിലാണ് കൈ. ആ വെണ്ണക്കുടം എടുക്കാനുള്ള ഭാഗത്തിലാണ് വലത്തെ കാലൊന്ന് പൊക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് ഏന്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇടത്തെ കാലം അമർത്തി ചവിട്ടിട്ട് വലത്തെ കാലം ഇങ്ങനെ അമർത്തി പിടിച്ച് അങ്ങനെ ഏന്തി ആ വെണ്ണക്കുടം എടുക്കാനുള്ള ഭാവത്തിലാണ് നമ്മുടെ നല്ല വെണ്ണക്കൊതിയെ വെണ്ണ കട്ടെടുക്കാനുള്ള ഭാവത്തിൽ നിൽക്കാൻ. എന്തൊരു കൗതുകം അറിയോ കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസവും ഉണ്ട്, കള്ളത്തരം ഉണ്ട് മുഖത്ത്. അങ്ങനെ ഒരു മിടുക്കനൊരു ഉണ്ണി. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആരും കാണില്ലല്ലോ എന്നുള്ള ഉറപ്പാട് നോക്കിയിട്ട് ഇടത്തെ കൈയുണ്ട് വെണ്ണക്കുടം അങ്ങനെ ചരിച്ച് പിടിക്കുക. അങ്ങനെ നിൽക്കണ ഉണ്ണി. ഒരു ഉറിയിലെ വെണ്ണക്കുടം ഇടത്ത് ഭാഗത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് വെള്ളം എടുക്കണത്. വെള്ളം എടുത്തിട്ടില്ല, വെള്ളം എടുക്കാൻ ഭാവിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ഉണ്ണി കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, നല്ല കള്ളത്തരമുള്ള ചിരി. ആരും കാണാണ്ട് വെണ്ണെടുക്കണം. ആ ഭാവക്കാത്തിരി മുഖത്തുണ്ട് കേട്ടോ. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തെച്ചിയും തുളസിയും വെളുത്തപ്പൂ ഇട്ട് തിരുമുടിമാല, പിന്നെ വെളുത്തപ്പൂ തെച്ചിപ്പൂ മാത്രമായിട്ട് തിരുമുടിമാല, 2 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഒന്ന് വെളുത്തപ്പൂ ധാരാളമായിട്ട്, അതിനെ കുറച്ച് തുളസിപ്പൂവ്, പിന്നെ തെച്ചിപ്പൂവ് ധാരാളമായിട്ട്, അങ്ങനത്തെ ഒരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തെച്ചിപ്പൂവ്, തുളസിപ്പൂവ്, വെളുത്തപ്പൂവ്, താമര, അങ്ങനെ 4 പൂക്കളോട് കൂടിയുള്ളൊരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാല 2 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് ഈ വെണ്ണക്കള്ളൻ്റെ തിരുമാറിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉണ്ടമാലകളും തിരുമുടിമാലകളും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തിരുമുടിമാലകളുടെ നമ്മൾ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും മാത്രമായിട്ട് 2 എണ്ണം, വെളുത്ത പൂവും തുളസിയായിട്ട് 2 എണ്ണം, പിന്നെ താമരയും തുളസിയായിട്ട് 2 എണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ നല്ല കട്ടിയായിട്ട് 1 എണ്ണം. അങ്ങനെ ഒരു 7 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല രസമാണ്. ആ കള്ളത്തരത്തോട് കൂടി ആ വെണ്ണക്കൊതിയും വെണ്ണ കട്ട് തിന്നാൻ പറപ്പണ ഭാവം. കുഞ്ഞിക്കാലുമിൽ ആ പന്തള ചാർത്തി അങ്ങനെ കാല് പൊക്കുമ്പോൾ അങ്ങനെ തള അങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. നല്ല കൗതുകം അത് കാണാനൊക്കെ. ഇങ്ങനെ കാണാൻ എല്ലാം കൗതുകം. നല്ല സന്തോഷത്തോടു കൂടി ആ പൊന്നുണ്ണി കാണാൻ വെണ്ണ ഇട്ടെടുക്കാൻ ഭാവിക്കണം. ആ ഭാവം കാണാൻ നല്ല സന്തോഷമാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. പ്രസംഗവും വായനയും നിറുത്തേ യശസ്സിനുള്ളൊരഭിലാഷമെല്ലാം എറിഞ്ഞു ദൂരെ ഭഗവാന്റെ കാൽക്കൽ കമഴ്ന്നടിച്ചങ്ങു കിടക്കയായി ഞാൻ. കുളിർത്തു കൃഷ്ണ തുളസി തടത്തിൽ തഴച്ചു നാമത്തളിർമെല്ലെ നുള്ളി തൊടുമ്പോൾ വാടിയിടരുതെന്ന് വെച്ച് മയത്തിൽ ഞാൻ കാതിലണിഞ്ഞിടുന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ വെണ്ണ തിന്നാൻ പുറപ്പെടണ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ 2 തൃപ്പാദം മുറുകെ പിടിക്കുക. കുഞ്ഞു തൃപ്പാദങ്ങളെ ആ തളകെട്ട് എന്തൊരു കൗതുകം അറിയിക്കാണ്. ആ തൃപ്പാദത്തിലാണ് എപ്പോഴും നമുക്ക് ആശ്രയം. ആ തൃപ്പാദത്തിൽ വീണകൾ നമസ്കരിക്കുക. 2 കൈ കൊണ്ടും മുറുകെ പിടിക്കുക. ആ തിരുമുഖം നോക്കുക, എന്താ കൗതുകം. ഈ കള്ളത്തരൊക്കെ ആണെങ്കിലും ഭക്തന്മാരുടെ കൂടെ ഞാനുണ്ട്. വെണ്ണ ഇതൊക്കെ ഓരോ ലീലകളാണ്, അമ്പാടി ലീലകളാണ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ അമ്പാടി ലീലകൾ മുഴുവൻ ആ ശ്രീകോവിലിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓരോരുത്തരായിട്ട്. അതുപോലെ ഈ വെണ്ണ എടുക്കാൻ പോണ കണ്ണൻ്റെ ഭാവത്തിലാണ് നിൽക്കണം. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം പിടിച്ച് ആ തിരുമുഖം നോക്കി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിയും കൊണ്ട് ആ കള്ളത്തര ഭാവം കാണാൻ ഒരു കൗതുകമല്ലേ. നല്ല കുട്ടികളുടെ അകത്തെ കൗതുക. ആ ഭാവം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണം ഭക്തന്മാരെ. നാമം ജപിക്കും. നമ്മൾ എത്രത്തോളം കണ്ണനോട് അടുക്കുന്നു അതിന് ഇരട്ടി കണ്ണൻ നമ്മളോട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഏത് സമയം നമ്മുടെ കൂടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക്. ഈ കലികാലത്ത് നാമജപം മാത്രം മതി കണ്ണൻ ശ്രീ ഗുരുവായൂരപ്പനിലേക്കാൻ. അങ്ങനെ ആ വിശ്വാസത്തോടു കൂടി ഉറപ്പോടു കൂടി ആ കണ്ണൻ്റെ തൃപ്പാദം പിടിച്ച് ഉറക്ക നാമം ജപിക്കാൻ നമുക്ക്.
ജപിക്കല്ലേ നാമം, കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.